പോലീസിനും പൊതുസമൂഹത്തിനും തുടർച്ചയായി തലവേദന സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി. കഴിഞ്ഞ ദിവസം ആകാശ് തില്ലങ്കേരി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചൊരു ദൃശ്യം ഏറെ വിവാദമായിരുന്നു. അതായത് ഗതാഗത നിയമം പൂർണ്ണമായും ലംഘിച്ച് വാഹനത്തിന് രൂപമാറ്റം വരുത്തി ജീപ്പ് ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് ആകാശ് തില്ലങ്കേരി ഇൻസ്റ്റഗ്രാമിൽ റീലായി പങ്കുവച്ചത്. ഈ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. അതിന് പിന്നാലെ നിയമം ലംഘിച്ച് ജീപ്പ് യാത്ര നടത്തിയതിൽ ആകാശ് തില്ലങ്കേരിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയിട്ടുണ്ട്. ജീപ്പ് ഉടൻ പിടിച്ചെടുക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. നിയമലംഘനത്തിൽ കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഇതിനു മുൻപ് പോലീസിനെ പലപ്പോഴും വെല്ലുവിളിക്കുന്ന, അതല്ലെങ്കിൽ CPM-നെ പോലും വെല്ലുവിളിക്കുന്ന, CPM വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ആകാശ് തില്ലങ്കേരി. അവസാനം പാർട്ടിക്ക് തന്നെ തലവേദന സൃഷ്ടിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴും വെല്ലുവിളിയും ഭീഷണിയും ഒക്കെ മുഴക്കിയും ആകാശ് തില്ലങ്കേരി രംഗത്തെത്തിയിരുന്നു. ഇതിപ്പോൾ നിയമം പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് ഈ ആകാശ് തില്ലങ്കേരി ജീപ്പ് യാത്ര നടത്തിയത്. ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കാനുള്ള കാരണം എന്താണ്? മോട്ടോർ വാഹന ചട്ടം ലംഘിച്ചുകൊണ്ട് നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് നിരവധി നിയമ ലംഘനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അടുത്തിടെയായി ഒരുപാട് നടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പോലും ഇടപ്പള്ളിയിൽ തീ തുപ്പുന്ന ബൈക്കുമായി യാത്ര ചെയ്ത യുവാവിന്റെ സംഭവവും, പിന്നീട് അത് MVD ആ വാഹനം കണ്ടുകെട്ടാനും പിന്നീട് അതിന്റെ രജിസ്ട്രേഷനും ഈ വണ്ടി ഓടിച്ച വ്യക്തിയുടെ ലൈസൻസ് റദ്ദാക്കാനും ഒക്കെ MVD ഇടപെട്ടിരുന്നു. പിന്നീട് സഞ്ജു ടെക്കിയെ പോലുള്ള യൂട്യൂബർ അയാൾ നടത്തിയ നിയമലംഘനം, അങ്ങനെ നിരവധി നിയമലംഘനങ്ങളാണ് ഈ അടുത്തിടെയായി നമ്മളുടെ സമൂഹ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുകയും പിന്നീട് അത് MVD അടക്കമുള്ളവരും ഹൈക്കോടതിയും ഒക്കെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ആകാശ് തില്ലങ്കേരിയുടെ കാര്യവും. കഴിഞ്ഞ ദിവസം ആകാശ് തില്ലങ്കേരിയുടെ തന്നെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നത്. രൂപമാറ്റം വരുത്തിയ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പുമായി, തുറന്ന ജീപ്പിൽ ആകാശ് തില്ലങ്കേരി സുഹൃത്തുക്കൾക്കൊപ്പം വയനാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ, അതും ഒരു റീൽസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് പിന്നീട് വലിയ രീതിയിൽ ചർച്ചയാവുകയും വിമർശനങ്ങൾക്ക് ഇരയാകുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് MVD സ്വമേധയാ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യം ഈ ജീപ്പ് ആരുടേതാണെന്ന് കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടി, കാരണം അതിലെ നമ്പർ പ്ലേറ്റ് ഇല്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് മുൻപ് 2 തവണ ഈ ജീപ്പ് നിയമലംഘനം നടത്തിയിട്ടുണ്ട്. അതിൽ കേസെടുത്ത ഒരു ജീപ്പാണ്. അതിന്റെയാണ് രൂപമാറ്റം വരുത്തി നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ആകാശ് തില്ലങ്കേരി ഓടിച്ചത്. ആകാശ് തില്ലങ്കേരിയുടെ തന്നെ സുഹൃത്തിന്റെ ഒരു ജീപ്പ് കൂടിയാണിത്. എന്തായാലും ഈ ജീപ്പ് പിടിച്ചെടുക്കാനും ഇതിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുവാനും അതോടൊപ്പം ആകാശ് തില്ലങ്കേരിക്കെതിരെ നടപടി സ്വീകരിക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും സർക്കാരിനോട് ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് നടപടിയാണ് ഇതിൽ സ്വീകരിക്കുക? MVDയോടും ഇതിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി കേസ് പരിഗണിക്കുമ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് ഹൈക്കോടതിയെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇത്തരം ഒരു നിർദ്ദേശം നൽകിയത്? നേരത്തെ ഈ സഞ്ജു ടെക്കി ഗതാഗത നിയമം ലംഘിച്ച് വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഘടിപ്പിച്ച് വാഹനം ഓടിച്ചതൊക്കെ വലിയ വിവാദമാവുകയും പിന്നീട് ഹൈക്കോടതി തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തതാണ്. ഈ ആകാശ് തില്ലങ്കേരിയുടെ കേസ് മാത്രമാണോ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്? ഈ മോട്ടോർ വാഹന ലംഘനം, ചട്ടലംഘനം നടത്തിക്കൊണ്ട് നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്കെതിരെയുള്ള കേസുകൾ പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി പ്രധാനമായിട്ടുള്ള 3 വിഷയങ്ങൾ ഇന്ന് ഉയർത്തിക്കാട്ടിയത്. അതിൽ ഒന്നാമത്തത് KMML MD കാറിന്റെ ബീക്കൺ ലൈറ്റ് വെച്ചുകൊണ്ട് നിരത്തിലൂടെ വാഹനം ഓടിച്ചത്. മറ്റൊന്ന് ആകാശ് തില്ലങ്കേരി തുറന്ന ജീപ്പിൽ, രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ സഞ്ചരിച്ചത്. മറ്റൊന്ന് കോഴിക്കോട് ഒരു സീബ്ര ക്രോസിലൂടെ കടക്കുന്ന വിദ്യാർത്ഥികളെ ബസ് ഇടിക്കുകയും അതിലൊരു വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ 3 വിഷയങ്ങളാണ് പ്രധാനമായും ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. ഇത് 3ഉം വളരെ ഞെട്ടലോടെയാണ് ഹൈക്കോടതി പ്രതികരിച്ചത്. ഇത് കാണുമ്പോൾ തനിക്ക്
ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച ബെഞ്ച് പറയുന്നത് ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നു, അത് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു. ഇത് പൊതുസമൂഹത്തിൽ എത്രമാത്രം ദോഷകരമായിട്ടാണ് ബാധിക്കുന്നതെന്ന് പൊതുസമൂഹം മനസ്സിലാകണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വീഡിയോ പ്രചരിപ്പിക്കരുത്. അതിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ജാഗ്രത പാലിക്കണമെന്നും ഹൈക്കോടതി രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഇനി ഉണ്ടാകാതെ തന്നെ നോക്കാൻ കർശനമായിട്ടുള്ള നിലപാട് MVD സ്വീകരിക്കണം. അതിലെന്ത് നിലപാടാണ് ഇനി സ്വീകരിക്കുക എന്നുകൂടി ഹൈക്കോടതിയെ അറിയിക്കുവാനും പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പ്രധാനമായി നമ്മൾ കാണുന്നതാണ് ഈ ഫുട്പാത്തിൽ വാഹനങ്ങൾ കയറ്റി വെക്കുന്ന ഒരു സാഹചര്യം. കാൽനട യാത്രക്കാർക്ക് പോലും സുഗമമായി സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ പലപ്പോഴും ഈ നടപ്പാതയിൽ വാഹനങ്ങൾ കയറ്റി വെക്കുകയും അതിൽ കൂടി വാഹനങ്ങൾ ഓടിക്കുന്നതിനുമൊക്കെ വലിയ രീതിയിൽ ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം, കേസെടുക്കണം, അയാളുടെ ലൈസൻസ് റദ്ദാക്കണം. ഒപ്പം ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിനുള്ള നടപടികൾ കൃത്യമായി തന്നെ പാലിക്കണമെന്നും MVDയോട് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കി. തീർച്ചയായും, കാരണം ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിന് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കർശനമായ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തകാലം റദ്ദാക്കുകയും ചെയ്തത്. പക്ഷേ നവമി, അടിക്കടി ഇതുപോലുള്ള ഗതാഗത നിയമലംഘനങ്ങൾ പതിവായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്കിടയിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ റീൽസ് ഇടുന്നതിന് വേണ്ടി വാഹനങ്ങളിൽ രൂപമാറ്റം നടത്തുക, പല അഭ്യാസ പ്രകടനങ്ങൾ, സാഹസിക യാത്രകൾ നടത്തുക ഒക്കെ നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇന്നലെ നവമി തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കൊച്ചിയിൽ ഒരു തീ തുപ്പുന്ന വാഹനവുമായി സഞ്ചരിച്ച യുവാവിന്റെ വാർത്ത. ഇന്ന് മൂന്നാറിൽ മറ്റൊരു അപകടയാത്രയെക്കുറിച്ചുള്ള വാർത്ത മൂന്നാറിൽ നിന്നും വന്നിരുന്നു. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡില് ഈ പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള ഒരു കാറിലായിരുന്നു അപകടയാത്ര. കാറിന്റെ ഡോറിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്ന കുട്ടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ മൂന്നാറിൽ ഗ്യാപ് റോഡിലടക്കം ഇത്തരം ഗതാഗത നിയമലംഘനങ്ങൾ പതിവായിട്ടുണ്ട്. ഏത് രീതിയിലുള്ള നടപടിയായിരിക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കാൻ പോവുക? ഇന്ന് ഈ പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലുള്ള അപകടയാത്രയിൽ ആ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനു മുൻപ് മൂന്നാറിലെ ഗ്യാപ് റോഡിൽ ഒരു കൂട്ടം യുവാക്കൾ ഇത്തരത്തിൽ റീൽസ് എടുക്കുന്നതിന് വേണ്ടി അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയേറെ പ്രചരിക്കുകയും പിന്നീട് MVD അതിന് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഈ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് വലിയ രീതിയിൽ ഒരു പരിശോധന ഈ ഗ്യാപ് റോഡിലും മൂന്നാറിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഏരിയകളിലൊക്കെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി കർശന പരിശോധന നടക്കുകയായിരുന്നു. അതിനിടയിലാണ് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഇത്തരത്തിലുള്ള വീണ്ടും ഒരു നിയമലംഘനം കണ്ടെത്തിയത്. നമുക്ക് കാണാം, പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള ഒരു ചുവന്ന വാഹനമാണ്. അതിന്റെ ഡോറിൽ ഇരുന്നു കൊണ്ടാണ് ഒരു കുട്ടിയാണ് അവൻ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നത്. കൈയും തലയും ഒക്കെ പുറത്തിട്ടുകൊണ്ട് മൂന്നാറിന്റെ മനോഹാരിത കാഴ്ചകൾ കാണുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വാഹനത്തിന്റെ പുറകിൽ വന്ന മറ്റ് വാഹനത്തിലുള്ളവരാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. പിന്നീട് ഇത് ഈ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഉദ്യോഗസ്ഥർ ഈ വ്യക്തികൾ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നതിനുള്ള ഇപ്പോൾ ശ്രമത്തിലാണ്. ഈ പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള വാഹനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ വാഹനത്തിന്റെ ഉടമയെ കണ്ടെത്തുമെന്നാണ് MVD വ്യക്തമാക്കുന്നത്. ഒപ്പം കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ, പ്രധാനമായും ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ റീച്ച് കിട്ടുന്നതിനും അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ നേടുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സാഹസികത ഇത്തരം യുവാക്കളും യുവതികളും ഒക്കെ ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് അത് ഏത് രീതിയിൽ, അല്ലെങ്കിൽ സ്വയം ഒരു അപകടം വരുത്തി വെക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏത് രീതിയിലായിരിക്കും ഇത് അപകടം ഉണ്ടാകുക എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്തയും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു സാഹസികത ചിത്രീകരിക്കാൻ പലപ്പോഴും യുവാക്കളെ പ്രേരിപ്പിക്കുന്നത്. ഇന്നലെ ഇടപ്പള്ളിയിൽ തീ തുപ്പുന്ന ഒരു ബൈക്ക് പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ അപകടങ്ങൾ ഉണ്ടായാൽ പോലും ഒരു 6 മാസത്തേക്ക്, 1 മാസത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് ലൈസൻസ് റദ്ദാക്കുക, വീണ്ടും അവർക്ക് ലൈസൻസ് നൽകുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുസമൂഹത്തിന് അറിയാം ഇത് പരമാവധി ഇത്രയേ ഉള്ളൂ നടപടി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ സഞ്ജു ടെക്കിക്ക് നേരെ ഉണ്ടായ അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ച നടപടി പോലെ ആജീവനാന്തം ലൈസൻസ് റദ്ദാക്കുന്ന പോലുള്ള കടുത്ത നടപടികൾ, അതല്ലെങ്കിൽ ഒരുപക്ഷെ ആകാശ് തില്ലങ്കേരിയുടെ വാഹനം, സഞ്ചരിച്ച വാഹനം പിടിച്ചെടുക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. അതുപോലെ
നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന രീതിയിൽ ഒരു കടുത്ത നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായി ഇത്തരം ഗതാഗത നിയമലംഘനങ്ങൾക്കൊക്കെ ഒരു പരിധിവരെയും പൂട്ടിടാൻ കഴിയില്ലേ? ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഈ തീ തുപ്പുന്ന ബൈക്കുമായി യാത്ര ചെയ്ത യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. തിരുവനന്തപുരം സ്വദേശി. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഞാനിപ്പോൾ സ്ഥലത്തില്ല എന്നാണ്. ആ യുവാവിനെതിരെ എന്ത് നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുക? നാളെയാണ് ആ യുവാവിനോടും അയാളുടെ അച്ഛനോടും MVDക്ക് മുന്നിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം അച്ഛന്റെ പേരിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛനോടും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. MVD ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ് ഈ യുവാവിന്റെ ലൈസൻസ് റദ്ദാക്കും, അതോടൊപ്പം ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും. അങ്ങനെ 2 നടപടികളാണ് എടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു നടപടികൾ സ്വീകരിച്ചാലും വീണ്ടും ഇങ്ങനത്തെയുള്ള നിയമലംഘനങ്ങൾ വീണ്ടും വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സഞ്ജു ടെക്കിക്കെതിരെ എടുത്ത നടപടി ഹൈക്കോടതി വരെ ഇടപെടുന്നു, ലൈസൻസ് റദ്ദാക്കുന്നു. പക്ഷെ അതിനുശേഷവും സഞ്ജു ടെക്കി തന്റെ യൂട്യൂബ് അക്കൗണ്ടുകളിൽ നിന്നും ഇടുന്ന വീഡിയോ എല്ലാം പൊതുസമൂഹത്തെയും അല്ലെങ്കിൽ നിയമവ്യവസ്ഥയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഓരോ പോസ്റ്റുകളായിരുന്നു. അത്ര ലാഘവത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അത്രമാത്രമേ അവർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ബോധമുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അത്രേ കെയറി അവർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ MVDയുടെ ഒരു നടപടി അല്ലെങ്കിൽ ഒരു നമ്മുടെ നിയമ സംവിധാനം കുറച്ചുകൂടി ശക്തമാക്കാതെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്ക് പൂട്ടിടാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. സൂചിപ്പിക്കുന്നത് പോലെ നിയമ ലംഘനം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇതൊക്കെ ഒരു പരിധിവരെയും തടയാൻ കഴിയുകയുള്ളൂ.